മാസാവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ എത്ര രൂപ ബാക്കിയുണ്ടാകും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരാനിരിക്കുന്ന ഫെബ്രുവരി 1. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിലേക്കാണ്. പ്രത്യേകിച്ചും ശമ്പളക്കാരായ നികുതിദായകർ. കഴിഞ്ഞ വർഷം 12 ലക്ഷം രൂപ വരെ നികുതി ഇളവ് നൽകി ഞെട്ടിച്ച കേന്ദ്ര സർക്കാർ ഇത്തവണ അതിലും വലിയ സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ടോ? പഴയ നികുതി നിയമങ്ങൾ പൊളിച്ചെഴുതിയ 2025 ശേഷം 2026 സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകും? പരിശോധിക്കാം. നമുക്കറിയാം, 2025 ബജറ്റ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 1 രൂപ പോലും നികുതി നൽകേണ്ടതില്ലാത്ത സാഹചര്യം വന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്തപ്പോൾ 12.75 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 61 ആദായ നികുതി നിയമത്തിന് പകരമായി പുതിയ ലളിതമായ നിയമം വന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരമായിരുന്നു. ഇതിന്റെ തുടർച്ചയായി എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇത്തവണയും മധ്യവർഗ്ഗക്കാർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ നികുതി ഇളവ്. കഴിഞ്ഞ വർഷത്തെ ഇളവുകൾക്ക് ശേഷം അടിസ്ഥാന നികുതി പരിധി ഇനിയും ഉയർത്തുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കയ്യിൽ കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാനായി സർക്കാർ പുതിയ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി ലളിതമായ നടപടിക്രമങ്ങൾ. ITR ഫയലിംഗ് കൂടുതൽ സുതാര്യമാക്കുക, അനാവശ്യമായ നികുതി നോട്ടീസുകൾ ഒഴിവാക്കുക, നിയമങ്ങളിലെ സങ്കീർണത കുറയ്ക്കുക എന്നിവ ജനങ്ങളുടെ ആവശ്യമാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള ആശ്വാസം എന്താണെന്നാൽ പെൻഷൻ വരുമാനത്തിനും പലിശ വരുമാനത്തിനും കൂടുതൽ ഇളവുകൾ നൽകി മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ മറ്റൊരു രസകരമായ കാര്യമുണ്ട്. 2026 ഫെബ്രുവരി 1 വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. സാധാരണയായി അവധി ദിവസങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കാറില്ലെങ്കിലും 2017 അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റിയ ശേഷം ഈ തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സർക്കാർ ഔദ്യോഗികമായി തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഫെബ്രുവരി 1 തന്നെയാകും രാജ്യം ആ പ്രഖ്യാപനങ്ങൾ കേൾക്കുക. ശമ്പളക്കാരുടെ പ്രതീക്ഷകൾക്ക് സർക്കാർ എത്രത്തോളം മുൻഗണന നൽകും? എന്തുകൊണ്ടാണ് ഈ ബജറ്റ് ഇത്ര നിർണായകമാകുന്നത്? ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന്റെ ചക്രം തിരിയുന്നത് മധ്യവർഗ്ഗക്കാരുടെ ഉപഭോഗമാണ്. ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം അവശേഷിച്ചാൽ മാത്രമേ വിപണിയിൽ ചലനമുണ്ടാകൂ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബിസിനസ് മേഖലകൾക്ക് ഉണർവ് നൽകാനും ഉതകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. GST നിരക്കുകളിൽ കഴിഞ്ഞ വർഷം മാറ്റം വരുത്തിയതിനാൽ ഇത്തവണ പരോക്ഷ നികുതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ശ്രദ്ധയും ആദായ നികുതിയിൽ തന്നെയാണ്. ചുരുക്കത്തിൽ നികുതി ഭാരം കുറയുന്നതും പണം ലാഭിക്കാൻ കഴിയുന്നതുമായ ഒരു ബജറ്റാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്ര രൂപ വരെ നികുതി ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട്? സർക്കാരിന്റെ മുൻഗണന എന്തിനായിരിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.